ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. സൂഫിയാനി ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഹൈദരാബാദി ടച്ച് വരുന്നൊരു ബിരിയാണിയാണ്, ഒരു ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ മസാലപ്പൊടികളായിട്ടുള്ള നമ്മുടെ സാധാ നോർമൽ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. ഒരു വൈറ്റ് ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. എന്നാൽ പോലും നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് റെസിപ്പിൻ്റെ അകത്ത് കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ സൂഫിയാനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യില്ലെങ്കിൽ ഓയിലായാലും മതി. ഇനി അതിലോട്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു 5-6 എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബദാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ബദാം ഒരു 15 എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് 1 ടീസ്പൂണ്, കുരുമുളക് പൊടിയല്ല. പിന്നെ വെളുത്തുള്ളി അത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്യാൻ കാരണം നല്ല പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഈ 1 ടീസ്പൂൺ നെയ്യിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വല്ലാണ്ട് ഫ്രൈ ആക്കിയൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ഒരു മണം മാറാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ബദാം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ കാരണം ഈ സൂഫിയാനി ബിരിയാണിയിലോട്ട് ബദാം ചേർക്കാറുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ബദാം ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ബദാം ചേർക്കുമ്പോൾ ഒന്നുകൂടെ നമ്മളെ ഗ്രേവി ഒന്ന് തിക്കാവും, അത്രയേ ഉള്ളൂ. ബദാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 6-7 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർക്കാം. നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തൈരാണ് ഇതിലേക്ക് പുളിക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ തൈരാണ് നമ്മൾ പുളിക്കായിട്ട് ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കുക. പച്ചമുളക് ഞാനിതിലേക്കൊരു 6-7 എടുത്തിട്ടുള്ളൂ, അധികം എടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മളിതുപോലെ ചെയ്തെടുക്കുമ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കും, നല്ല ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇത് മാരിനേറ്റ് ചെയ്തൊന്നും വെക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുകയല്ലേ ഉണ്ടാവുമല്ലോ ബിരിയാണിയൊക്കെ. അപ്പം ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്ന നേരം കൊണ്ട് ഫ്രീസറിൽ വയ്ക്കുക. പിന്നെ മല്ലിയില പുതിനയില ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്നിട്ട് വെക്കുക. പിന്നെ ശരിക്കുള്ള സൂഫിയാനി ബിരിയാണിയിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് വ്യത്യസ്തമാക്കിയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടേതായ രീതിയിൽ ആക്കിയിട്ടുണ്ട്. കാരണം ചിലർക്ക് ചില സ്പൈസസ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ചിലത് ആഡ് ചെയ്യാഞ്ഞാലും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. ആ ഒരു ബേസ് സൂഫിയാനി ബിരിയാണിയുടെ റെസിപ്പിയാണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വയ്ക്കുകയാണ്. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കാനുള്ള ഒരു പാന് ചൂടാക്കാം. ഞാൻ കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ബിരിയാണി ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിലാട്ടോ അതൊക്കെ ഫ്രൈ ചെയ്യുന്നത്. നെയ്യ് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റോ സ്പൈസസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഒണിയൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഡെക്കറേഷന് മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ജാതിപത്രി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 5 സവോള, 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുക്കുന്നത്. 1 കിലോന് മുകളിലുണ്ട് ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് 5 സവോള എടുക്കുന്നുണ്ട് മസാലയ്ക്കായിട്ട്. അപ്പം ഈ സവോളയും ഈ ഹോൾ സ്പൈസസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ശരിക്കും ഇതിലേക്ക് റോ സ്പൈസസ് ചേർക്കാറില്ല, അതിന് പകരം പൊടിയാണ് ചേർക്കാറ്. ഞാൻ ഇതിലേക്ക് സ്പൈസസ് ചേർക്കാൻ കാരണം നമ്മളിതിലേക്ക് ഏതായാലും മസാലകളൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മണം വേണം നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ അതിനായിട്ടാണ് റോ സ്പൈസസ് ചേർത്തത്. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇനി നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ നമ്മൾ വറ്റിച്ചെടുക്കൽ ചിക്കന്. അപ്പോൾ അതേപോലെ ഇപ്പോൾ സവോള ഒന്ന് വഴണ്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചേർക്കണം, എന്നാലേ ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വറ്റിയെടുക്കുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ ഓവർ കുക്കായി പോവും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം സവോള ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ നമ്മളിതിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആ ഒരു ഗ്രേവിയോട് കൂട്ടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലും കുറച്ച് വെള്ളം ഉണ്ടാവും, അതുപോലെ തൈരും ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തല്ലോ, അപ്പോൾ അതിലുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നന്നായിട്ട് കുക്കായാലും ഇത് റെഡിയായി കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഗരം മസാല പൊടിയും പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതും നമ്മുടെ സുഫിയാനി ബിരിയാണിയിൽ ചേർക്കാറില്ല, മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല. ഞാൻ ഇതിലേക്ക് ചേർക്കാൻ കാരണം നമ്മുടെ ആ ഒരു ചിക്കനിൽ നല്ല ഫ്ലേവർഫുൾ ആവും വേണം, നമ്മുടെ ഒരു ടേസ്റ്റിന് ആ ഒരു എന്താ പറയുക, ആ ഒരു രീതിയിലും ആവും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. അത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ആക്കിയെടുക്കണം കേട്ടോ. അപ്പം അവിടെ ഹൈ ഫ്ലെയിമിലാണ് നമ്മുടെ ചിക്കന് കുക്കാവുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേറൊരു പേസ്റ്റ് വൈറ്റ് പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് തേങ്ങ ചെരുവിയത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചെരുവിയത് ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 15ഓളം അണ്ടിപ്പരിപ്പ്, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർക്കുക. ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് കൊടുക്കുക. ഇത് മൂന്നും കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫൈൻ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ആ ഒരു മസാലക്കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് പകരം ശരിക്കുമുള്ള സുഫിയാനി ബിരിയാണിയിൽ നമ്മൾ ക്രീമൊക്കെയാണ് ചേർക്കല് കേട്ടോ. അപ്പം ഫ്രഷ് ക്രീമാണ് ഇതിന് പകരം ചേർക്കുക. അപ്പോൾ ഫ്രഷ് ക്രീം വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റിന് പകരം നിങ്ങൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ആ ഒരു സ്റ്റേജൊക്കെ ഞാനിപ്പോൾ ഇതിൽ കാണിക്കാം. ആ ഒരു സമയത്ത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ട്, നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വേണം നമുക്ക് ഈ ഒരു പേസ്റ്റ് ഇതിലോട്ട് ചേർക്കാൻ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പേസ്റ്റിൽ നമ്മൾ ബദാം ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ആവശ്യമില്ല, നിർബന്ധമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പേസ്റ്റിൽ നമ്മൾ എന്തായാലും അണ്ടിപ്പരിപ്പ് ആവശ്യമുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇല്ലയെന്നാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ക്രീം ചേർക്കണം. അപ്പോൾ ഈ ഒരു പേസ്റ്റ് റെഡിയാക്കുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് എന്തായാലും വേണം. ഒറ്റയ്ക്ക് തേങ്ങയും പാലും കൂടി ചേർത്താൽ ഈ ഒരു ടേസ്റ്റ്, നമ്മൾ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് കുറച്ചെങ്കിലും വേണം കേട്ടോ. അപ്പോൾ അത് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, ചിക്കനിലോട്ട് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു വൈറ്റ് ചിക്കൻ ഗ്രേവി എത്രത്തോളം ടേസ്റ്റി ആവും എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാവും. കാരണം നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ചേർക്കുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ ഈ ഒരു മിക്സ് ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ അതൊന്ന് കുക്കാവട്ടെ. ഇപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു മിക്സ് ചേർത്ത ശേഷം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വല്ലാണ്ട് ഫ്ലെയിം കുറച്ചൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കുക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കുക്കായിക്കോട്ടെ. എന്താ പറയുക, നമ്മൾ ഏകദേശം ഇപ്പം ആ ഒരു പേസ്റ്റ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്യണം. എന്നാലേ നന്നായിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അത് ടേസ്റ്റൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ കാണുമ്പം ഉള്ള പോലെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊക്കെ റെഡിയായി കിട്ടും. ഞാൻ ഓരോ സ്റ്റേജും കാണിക്കാൻ കാരണം ഇനി കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കുക്കായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അടിയിൽ പിടിച്ച പോലെ ഉണ്ടാവും. കാരണം നമ്മളിതിലേക്ക് ഒട്ടും തന്നെ നെയ്യ് ചേർത്തിട്ടില്ല. അപ്പം ഇത് നമുക്ക് ദമ്മിടുന്നതിന് മുമ്പ് കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് വഴറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതൊക്കെ ഞാൻ ഒരു തവണ ഉണ്ടാക്കിയപ്പം അതിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ടാണ് ഇപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. കാരണം നമുക്ക് ഒരു തവണ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ടേസ്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്താനുള്ളത്, നമ്മളെ ടേസ്റ്റിലേക്ക് ആക്കാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ചസ് ഒക്കെയാണ് ഞാനിപ്പോൾ വരുത്തിയിട്ടുള്ളത്. ശരിക്കുള്ള സുഫിയാനി ബിരിയാണിയിൽ ഒരുപാട് നെയ്യൊന്നും ചേർക്കില്ല, ഒരു ചെറിയ സ്പൈസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ച് നെയ്യൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ. നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അരി വേവാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് വറ്റി വരണ്ടല്ലോ. അപ്പം വേറൊരു പാത്രത്തിൽ ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം, അവിടെ ഒരുപാട് വെള്ളത്തിലാണ് അരി വേവിച്ചെടുക്കുന്നത്. അപ്പം അതിലേക്ക് കുറച്ച് സ്പൈസ് പൗഡേഴ്സ്, നമ്മുടെ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കുക. സാധാരണ നമ്മൾ ബിരിയാണിയിലോട്ട് അരി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ 4 കപ്പ് ബസ്മതി റൈസ് ആയിട്ടോ എടുത്തിട്ടുള്ളത്, നീളമുള്ള അരി ആയിട്ടോ എടുത്തിട്ടുള്ളത്. ദേവായ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് അരി നന്നായിട്ട് കഴുകിയെടുക്കുക. അതൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ എല്ലാത്തിലും കാണിക്കുന്നില്ല. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് ഒരുപാട് വെള്ളത്തിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക അരി. മുമ്പത്തെ ബിരിയാണി റെസിപ്പീസിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെയാണ് അരി വേവാനുള്ള സമയം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി, ഒരു 7 മിനിറ്റൊക്കെ. പിന്നെ അരിയുടെ വേവ് നോക്കാമെന്ന് കുറേ പേര് മുമ്പത്തെ ബിരിയാണി റെസിപ്പിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലെയാണ്, ഇതിപ്പോൾ കറക്റ്റ് വേവാണ്. അതായത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അരി വെന്തിട്ടുണ്ടാവണം, എന്നാൽ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പരുവമാവണം. കടിക്കുന്നതല്ല, പക്ക ഒരു ഫുൾ വെന്തിട്ടുണ്ടെങ്കിൽ, നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിങ്ങനെ എന്താ പറയുക, പൊട്ടിപ്പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്, നല്ല പാക വേവാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും, എന്നാലും കുറച്ചുകൂടെ വേവാനുണ്ടാവും. ആ ഒരു സ്റ്റേജിൽ ഒരു 90% വന്നിട്ടുണ്ടാവും ഇത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്കിത് ഊറ്റിയെടുക്കേണ്ട കേട്ടോ. ഡ്രെയിൻ ചെയ്തിട്ട് അപ്പം തന്നെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉപ്പ് പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയിൽ കുറച്ച് വെള്ളമൊക്കെ വേണം, എന്നാലേ നമ്മൾ അരി വേവുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഗ്രേവി. അപ്പോൾ ഇനി നമുക്ക് മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ, നമ്മൾ സാധാ ദമ്മിടുന്ന പോലെ തന്നെ. ഇനി അതിൻ്റെ മുകളിലേക്ക് അരി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ദേവായ ബ്രാൻഡ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളെടുക്കുന്ന അരിയിലും ഉണ്ട് ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള വലിയൊരു ഘടകം. അപ്പോൾ അതുകൊണ്ട് അരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ലെയറായിട്ടാണ് ഞാൻ ബിരിയാണി ദമ്മിടുന്നത്. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടില്ല, കാരണം നമ്മൾ പക്ക നമ്മുടെ മലബാർ ബിരിയാണിയിലോട്ടും പോകരുതല്ലോ, അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടില്ല. വീണ്ടും 2ാമത്തെ ലെയർ റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ സാധാരണ ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെയാണ്. നമ്മുടെ മസാലയിലാണ് കിടക്കുന്നത്. മസാല വൈറ്റ് ചിക്കൻ മസാലയാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ മല്ലിയില പുതിനയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വളരെ കുറഞ്ഞ ഫ്ലെയിമിലായിട്ട് നമ്മളിപ്പോൾ ഇത് ദമ്മിടുന്നത്, അതൊക്കെ ശ്രദ്ധിക്കുക. അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അടച്ച് വയ്ക്കുക. അപ്പം ഫ്ലെയിം ഈ ഒരു ഫ്ലെയിമിലാണ് നമ്മൾ ഇത് ദമ്മിടുന്നത്. ഒരു 30 മിനിറ്റ് ഈ ഒരു ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 30 മിനിറ്റിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് വേണം അത് തുറന്ന് വെക്കാൻ. അപ്പോൾ മൊത്തം 1 മണിക്കൂർ കേട്ടോ. അതായത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റും കൂടി വെക്കണം, എന്നിട്ട് വേണം തുറന്ന് നോക്കാൻ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വൈറ്റ് കളറിൽ റൈസ് ഉണ്ടല്ലോ, അത് മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച്, എന്നിട്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചിലർക്ക് വൈറ്റ് റൈസ് കുറച്ച് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം വൈറ്റ് റൈസ് കുറച്ച് മാറ്റി വയ്ക്കുക, എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഒന്ന് കാണിച്ചു തരാം. ചിക്കൻ ആദ്യം ഒരു പേസ്റ്റിൽ നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തല്ലോ, അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കന് കാണുന്ന പോലെയല്ല, നമ്മൾക്കൊരു മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. കളറ് കാണുമ്പോഴേ നമുക്കൊരു മനസ്സിന് കഴിക്കാൻ തോന്നുള്ളൂ. പക്ഷേ ഈ ഒരു ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഈ ഒരു റൈസ് കഴിക്കാനും. എന്താ പറയുക, നമ്മളതിൽ അത്യാവശ്യം ഗ്രേവിയിൽ നല്ല അത്യാവശ്യം സ്പൈസൊക്കെ ചേർത്തിട്ടുണ്ട്. കാണുമ്പോൾ വൈറ്റ് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഹൈദരാബാദി ടച്ചുള്ളൊരു ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ ഒരു പാകിസ്ഥാനി ടച്ചും കൂടി വരുന്നുണ്ട്. രണ്ടിനും കൂടി ഇടയ്ക്ക് വരുന്നൊരു ബിരിയാണിയാണ് സുഫിയാനി ബിരിയാണി. പിന്നെ നമ്മുടേതായ രീതിയിൽ ഞാൻ എൻ്റെ വക ഒരു ചേഞ്ചസും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ മലബാറി ടച്ചും പാകിസ്ഥാനി ടച്ചും അതുപോലെ ഹൈദരാബാദി ടച്ചും കൂടി വരുന്ന 3ഉം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിയാണ്, എന്നാൽ നല്ലോണം നമുക്ക്
എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ സ്പൈസ് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് പച്ചമുളകും കുരുമുളകും കൂട്ടിയെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. കാണുമ്പോഴും മഞ്ഞ കളർ ഉണ്ടാവില്ല, അതുപോലെ ആ ഒരു സ്പൈസ് ഒന്നും തോന്നിക്കുന്നില്ലെങ്കിലും ഈ ചിക്കനിലൊക്കെ പച്ചമുളക് അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് സുഫിയാനി ബിരിയാണിയുടെ പ്രത്യേകത. അതുപോലെ ക്രീം വീട്ടിലുണ്ടെങ്കിൽ ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്രീമിന് പകരം നിങ്ങൾക്ക് വേറൊരു ടിപ്പും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും പാലും തേങ്ങയും കൂടി അരച്ചത് ചേർക്കാൻ. അപ്പം ക്രീം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒട്ടും വിഷമിക്കേണ്ട, ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ അത് ചേർത്ത് കൊടുത്താലും മതി, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സൈഡ് ഡിഷുകൾ നമ്മുടെ ഈ സൈഡ് ഡിഷൊക്കെ വേണം കേട്ടോ, എന്നാലേ അതൊരു കോമ്പിനേഷൻ വരുള്ളൂ. തൈര്, പിന്നെ അച്ചാറും, പിന്നെ അതുപോലെ നമ്മുടെ ചമ്മന്തി, മല്ലിയില ചമ്മന്തിയും, അത് മൂന്നും കൂടി ഉണ്ടാകുമ്പം നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ റൈസ് വൈറ്റ് കളറിലായെന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാണ്ടിരിക്കേണ്ട. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കുക. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.